ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇതൊരു പേപ്പർ ക്രാഫ്റ്റിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഇത് ഫ്ലവർ ഉണ്ടാക്കേണ്ട അതുള്ള ലീഫ്, ഇതുപോലെ 2 പീസ് നമുക്ക് ആവശ്യമാണ്. ഇതുപോലെ ഒരു സ്റ്റിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലും മിക്ക സ്കൂളുകളിലും സ്പെഷ്യൽ ടീച്ചേഴ്സ് ഇപ്പോൾ എവിടെയും ഇല്ല. അപ്പോൾ സാധാരണ അല്ലാത്ത വിഷയം എടുക്കുന്നവരാണ് ഈ ക്രാഫ്റ്റും ഡ്രോയിങ്ങും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അവർക്കും കൂടെ എളുപ്പത്തിന് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ 2-3 സ്കൂളിലായിട്ട് നമുക്ക് പ്രത്യേകം ഇങ്ങനെ ഓർഡർ കിട്ടിയതാണ്. അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത് അവർക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് കൂടെ ഒരു സഹായത്തിനായിട്ടാണ് ഞാനിത്. ഇതിപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കേണ്ട മെറ്റീരിയലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതുപോലെ ഫ്ലവർ, ബേഡ്സുകൾ എല്ലാം, എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബൾക്കായിട്ട് എത്ര പീസ് വേണം, അല്ലെങ്കിൽ ഏത് ഇതാ ഇത്രയും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതാണ് എളുപ്പത്തിൽ നമ്മളിത് ഇത്രയും ഒട്ടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്കിൽ ഫെവിക്കോൾ തേക്കുക, 2 വശവും തേക്കണം. തേച്ചിട്ട് ഇതിൻ്റെ നടുക്കുന്ന തന്നെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു സർക്കിൾ പീസും കൂടെയാണ്. ആ പീസ് പെട്ടെന്ന് തന്നെ അതിലും നമ്മൾ ഫെവിക്കോൾ തേക്കുന്നു. ഇതാ ഒട്ടിച്ചു കഴിഞ്ഞു. കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഒരു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ലീഫുണ്ട്. ലീഫിൻ്റെ പീസ് കണ്ടല്ലോ, ഇതാണ്. അപ്പോൾ ഈ പീസിൽ അല്പം പശ തേച്ചിട്ട് അതുപോലെ തന്നെ ഇതിൽ കണ്ടോ, 1 സെക്കൻഡ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ ആർക്കാണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.